എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. കൃഷി വകുപ്പ് ഫാമുകളിൽ പ്രകൃതി കൃഷിരീതി പ്രാവർത്തികമാക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. വിഷരഹിതമായ പച്ചക്കറി ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് കൃഷിവകുപ്പിന് കീഴിലുള്ള മുഴുവൻ ഫാമുകളിലും പ്രകൃതി കൃഷിരീതി പ്രാവർത്തികമാക്കുമെന്നും ആന്ധ്രാപ്രദേശിലെ പ്രകൃതി കൃഷിരീതിയെക്കുറിച്ച് പഠിക്കുവാനായി ഫാം ഉദ്യോഗസ്ഥരെ അയക്കുമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആലുവ തുരുത്തിലുള്ള സ്റ്റേറ്റ് സ്വീഡ് ഫാമിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് CSR ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കിയ സോളാർ ബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന നിരവധിയായ സ്ഥാപനങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴും കൃഷിമന്ത്രിയാണെന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ പറയുന്നതല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് തന്നെയാണ്. കാരണം അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഭക്ഷണം എന്നുള്ളതുകൊണ്ടാണ്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ ഇനി അവതരിപ്പിക്കുന്നില്ല. ഇതൊക്കെ അടുത്ത് അറിയാവുന്നവരും ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമാണ് ഇവിടെയെല്ലാം നിൽക്കുന്നവർ എല്ലാം. നമുക്ക് നമ്മുടെ എല്ലാ നാടിന് ഉപകരിക്കുന്ന തരത്തിലുള്ള കൃഷി രീതികളിലേക്ക് മാറേണ്ടതും അനിവാര്യമായ കാര്യമാണ്. വിഷരഹിതമായ ഭക്ഷണം ആണ് നമുക്ക് ലഭ്യമാക്കേണ്ടത്. വിഷരഹിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിന് ജൈവ കൃഷിയോ അല്ലെങ്കിൽ നാച്ചുറൽ ഫാമിങ്ങോ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഫാമിങ്ങിന് പ്രത്യേകമായ പരിഗണന നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. കേരളത്തിലെ ഫാമുകളിലാണ് അതിൻ്റെ ആദ്യപടിയായിട്ട് ആ കാര്യം നടപ്പിലാക്കാൻ പോകുന്നത്. കേരളത്തിലെ ഫാമുകളിൽ നിന്ന് ഒരു സംഘം ഫാം ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘത്തെ ആന്ധ്രയിലെ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. ഘട്ടം ഘട്ടമായി കേരളത്തിലെ 64 ഫാമുകളിലും നാച്ചുറൽ ഫാമിങ്ങിൻ്റെ രീതികൾ കൂടി അവലംബിക്കുന്നതായിരിക്കും. കാർബൺ ന്യൂട്രൽ തീർച്ചയായിട്ടും ആദ്യം അവരൊന്ന് പോയി പഠിച്ചിട്ട് വന്നിട്ട് നമുക്കത് ചെയ്യാം. നമുക്കൊക്കെ അതിനുള്ള അവസരം ഉണ്ടാവും. നമ്മുടെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഞാൻ ഒരു ഓഫർ വെച്ചിരുന്നതാണ്. ആ ഭാഗത്തുനിന്നൊരു താല്പര്യം ഉണ്ടാവാതെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് അത് നടക്കാതെ പോയത്. ഞങ്ങൾ റെഡിയാണ് ആ കാര്യത്തിനകത്തും. തീർച്ചയായിട്ടും നമുക്കത് നോക്കണം, മനസ്സിലാക്കണം. ഒരു 2 ദിവസത്തെ പരിപാടിയായിരിക്കും നമുക്കത് ഉണ്ടാവുക. ഉടൻ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ അതിനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം. കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമുക്ക് പ്രായോഗികമായി നമുക്കത് പ്രയോഗ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഭക്ഷണത്തിൽ വിഷം കലർന്നാൽ, വിഷമുണ്ടായാൽ അത് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കടക്കും. വിഷം കഴിക്കരുതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വേറെ ഏതെങ്കിലും രൂപത്തിൽ വിഷം വരുമ്പോൾ നമ്മൾ അറിയുന്നുമില്ല, കഴിക്കുകയും ചെയ്യുന്നു. ഒരു ബോട്ടിൽ വിഷം ഇവിടെ നിറച്ച് വെച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് അൻവർ സാദത്തും കഴിക്കില്ല, അത് മനോജ് മൂത്തേടനും കഴിക്കില്ല. കാരണം അവർ രണ്ടുപേരും ഒരു പാർട്ടി ആയതുകൊണ്ടല്ല. അനിൽകുമാറും കഴിക്കില്ല, രവീന്ദ്രനും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ രാഷ്ട്രീയത്തിലല്ല 4 ആളും അത് കഴിക്കില്ല എന്ന് ജോണേട്ടൻ കഴിക്കില്ല, അത് ഉറപ്പാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കാർഷിക രംഗത്ത് നടത്തുന്ന ഇടപെടൽ ഏറെ സന്തോഷകരമാണ്. തൃശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂരിൽ രക്തശാലി നെൽകൃഷിക്കായി ഷിപ്പ്യാർഡ് സഹായം നൽകുന്നുണ്ട്. ആലുവ ഫാമിലും ആവശ്യമായ സഹായങ്ങൾ ഷിപ്പ്യാർഡ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നവാർട്ട് ഗ്രീൻ മൊബിലിറ്റി പോർട്ട് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ബോട്ട് തയ്യാർ ചെയ്തത്. ചങ്ങാടത്തിലും റെയിൽവേ ട്രാക്കിലൂടെയും വളരെ ക്ലേശകരമായി യാത്ര ചെയ്ത് ആലുവ ഫാമിൽ എത്തിയിരുന്നവർക്ക് ബോട്ടിന്റെ സേവനം പ്രയോജനകരമാകും. അൻവർ സാദത്ത് MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ, കൊച്ചിൻ ഷിപ്പ്യാർഡ് CSR മേധാവി PN സമ്പത്ത് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.